ആശുപത്രിയിലുള്ള ചിലവൊക്കെ ഈ ക്ഷേമ പെൻഷൻ കൊണ്ടാണ്. ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ക്ഷേമ പെൻഷൻ വരുന്നത് എന്നാ പറയുന്നത്. അത് ബുദ്ധിമുട്ടാകുമോ? അപ്പോ ഇതിലാരൊക്കെയുള്ളേ? ആരുമില്ല, ഒറ്റയാ. തന്നെ താമസിക്കുന്നത്? ഒരു മുറിയില്ല. എങ്ങനെയാ അറിഞ്ഞത് ഇങ്ങനെ അടുത്ത മാസം തൊട്ട്? പേപ്പറിലുണ്ട്. രാവിലെ വായിച്ചല്ലേ? പേപ്പറിൽ വായിച്ചു. ക്ഷേമ പെൻഷൻ അടുത്ത മാസം മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നൽകാനാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. ഇത് പ്രായമായ ആളുകളെ ഏത് രീതിയിൽ ബാധിക്കും എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. 94 വയസ്സുള്ള ഇടുക്കി ചെറുതോണി സ്വദേശി ജയനാണ് റിപ്പോർട്ടിനോടൊപ്പം ചേരുന്നത്. അപ്പച്ചാ, ഈ ഇപ്പോൾ വീട്ടിലെത്തി പെൻഷൻ തരുന്നില്ലേ അവര്? വീട്ടിൽ തരുന്നുണ്ട്. എങ്ങനെയായിരുന്നു? അത് ഉപകാരമായിരുന്നോ? അതായത് നല്ലത്. നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉപകാരമായിരുന്നു. അതെ. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ക്ഷേമ പെൻഷൻ വരുന്നത് എന്നാ പറയുന്നത്. അത് ബുദ്ധിമുട്ടാകുമോ? അപ്പോൾ എനിക്ക് ബാങ്കിൽ സർവീസുകാരുടെ ബാങ്കിലെ അക്കൗണ്ടേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതുവഴി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണോ, അന്വേഷിക്കണോ അല്ലേ? അതെ, അതുവഴി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. വീട്ടിലാരൊക്കെയുള്ളേ? ആരുമില്ല, ഒറ്റയാ. തന്നെ താമസിക്കുന്നത്? ഒരു മുറിയില്ല. മക്കളൊക്കെയോ? ആരുമില്ല. ആരുമില്ല. അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് അല്ലേ? അതെ, ക്ഷേമ പെൻഷൻ കൊണ്ടാണ് കഴിയുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇന്ന് എങ്ങനെയാ അറിഞ്ഞത് ഇങ്ങനെ അടുത്ത മാസം തൊട്ട്? പേപ്പറിലുണ്ട്. രാവിലെ വായിച്ചല്ലേ? പേപ്പറിൽ വായിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ ഈ കാൽ? ഒരുപാട് അസുഖമുണ്ട്. നടക്കുമ്പോൾ വീഴുന്നുണ്ട്. ചികിത്സ ആശുപത്രിയിലുള്ള ചിലവൊക്കെ ഈ ക്ഷേമ പെൻഷൻ കൊണ്ടാണ്. മരുന്നൊന്നുമില്ല. മരുന്നൊന്നുമില്ല. കാശ് കൊടുത്ത് വാങ്ങിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ക്ഷേമ പെൻഷനായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതെ, ക്ഷേമ പെൻഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്ന് വാങ്ങിക്കാനാണ്. ആരും ഇല്ലാത്ത ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്കുന്ന 94 വയസ്സുള്ള ജയൻ എന്ന ഒരു അപ്പൂപ്പൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. സർവീസ് സഹകരണ ബാങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് അക്കൗണ്ട് ഉള്ളൂ. അതിലൂടെ ഈ ക്ഷേമ പെൻഷൻ കിട്ടുമോ എന്നത് അറിയില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. വീട്ടിലെത്തിച്ച് ഈ പെൻഷൻ ലഭിക്കുന്നത് വലിയ ഉപകാരമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിമാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷിൻ, റിപ്പോർട്ടർ ഇടുക്കി.